ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരു ദുഃഖവാർത്തയാണ് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ ആരോമ മണി അന്തരിച്ചു. 20-ാം നൂറ്റാണ്ട് കമ്മീഷണർ, ബാലേട്ടൻ, ധ്രുവം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം. കാശി, ഉന്നുടൻ തുടങ്ങിയ തമിഴ് സിനിമകളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KP സുരേഷ് കുമാർ ചേരുകയാണ്. ശ്രീ KP സുരേഷ്, നമുക്കറിയാം ആരോമ മണി എന്നുള്ള പേര് മലയാളികൾക്ക് മറക്കാൻ കഴിയുന്നതല്ല. കാരണം നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാവാണ് അദ്ദേഹം, സംവിധായകൻ കൂടിയായിരുന്നു. എങ്ങനെ കണക്കാക്കാം അദ്ദേഹത്തിൻ്റെ വിയോഗം, ചലച്ചിത്ര മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം? സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മലയാള സിനിമയ്ക്ക് അനവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവ്, ഒപ്പം ഒരു സംവിധായകൻ, അദ്ദേഹമാണ്. അങ്ങനെ ഒരു പ്രതിഭയാണ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ കുന്നുകുടിയിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകൾ, അതിൽ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾക്കാണ് അദ്ദേഹം നിർമ്മാണം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ആരോമ മണി, സുനിത പ്രൊഡക്ഷൻസ് എന്നീ 2 ബാനറുകളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിച്ചത്. 1977 അദ്ദേഹം ഈ ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. മധു നായകനായ ധീര സമീരെ യമുനാ തീരെ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഏകദേശം 62ഓളം സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. അദ്ദേഹം തമിഴ് സിനിമാ മേഖലയിലും സജീവമായിരുന്നു. 10ലധികം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിർമ്മിച്ച തിങ്കളാഴ്ച, നല്ല ദിവസം, ദൂരെ ദൂരെ, ഒരു കൂടുകൂട്ടാം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ധ്രുവം തുടങ്ങിയ സിനിമകൾ, FIR തുടങ്ങിയ സിനിമകൾ, CBI ഡയറക്കുറിപ്പ് തുടങ്ങിയ സിനിമകൾ, കോട്ടയം കുഞ്ഞച്ച് തുടങ്ങിയ ഹിറ്റ് സിനിമകൾ, ഇങ്ങനെ മമ്മൂട്ടിക്ക് അനവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മമ്മൂട്ടിയുടെ ഒരു പ്രഭാവകാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമകളൊക്കെയും മികച്ച നിലവാരം പുലർത്തുകയും ജനപ്രിയ സിനിമകളായി മാറുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏറ്റെടുത്തു, സിനിമകൾ നിർമ്മിച്ചിരുന്നു. പിന്നീട് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് അത്രത്തോളം സ്വീകാര്യത കുറഞ്ഞ സമയത്തും അദ്ദേഹം ആ മമ്മൂട്ടി എന്നുള്ള ആ പ്രതിഭയിൽ, ആ ഒരു നടനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരുക്കിയ സിനിമകൾ, അതുതന്നെയാണ് അദ്ദേഹം മമ്മൂട്ടി എന്നുള്ള ആ ഒരു മെഗാസ്റ്റാറിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയത്. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിൻ്റെ ഉദയം കുറിച്ച അനവധി സിനിമകളാണ് ആരോമ പ്രൊഡക്ഷൻസ്, സുനിത പ്രൊഡക്ഷൻസ് നിർമ്മിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹം നിരവധി സിനിമകൾ നിർമ്മിച്ചു എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം തന്നെ അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥയും ഒരുക്കിയിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചില സിനിമകളാണ് ആ ദിവസം 1982 അദ്ദേഹം ആ ഒരു സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് കുയിലിനെ തേടി 1983 തൊട്ട് അടുത്ത വർഷം തന്നെ അദ്ദേഹം മറ്റൊരു സിനിമ സംവിധാനം ചെയ്തു. അതേ വർഷം തന്നെയാണ് ഇഞ്ചിന്നി മറക്കും തുടങ്ങിയ സിനിമകൾ, മുത്തോട് മുത്ത്, എൻ കളിത്തോടൻ, ആനക്കുരുമ്മ, പച്ച വെളിച്ചം തുടങ്ങിയ സിനിമകൾ. കൂടാതെ അദ്ദേഹം കഥയും തിരക്കഥയാ രംഗത്തും സജീവമായിരുന്നു. അത്രത്തോളം സജീവമല്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ആ ദിവസം എന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഥ മികച്ച ഒരു കഥയായിരുന്നു. അദ്ദേഹം ആ വർഷം മികച്ച സ്വീകാര്യത നേടിയ ഒരു സിനിമ കൂടിയായിരുന്നു. തമിഴ് സിനിമയിൽ ഗോമാതി നായകൻ, കാശി, ഉന്നുടൻ തുടങ്ങിയ സിനിമകളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളുടെ ഒരു നിർമ്മാതാവ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പനിക്ക് സ്വന്തമാണ്. ആരോമ പ്രൊഡക്ഷൻസ്, സുനിത പ്രൊഡക്ഷൻസ് തുടങ്ങിയ ആ ഒരു ബാനറുകൾക്ക് സ്വന്തമാണ്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ട്, ഒരു CBI ഡയറക്കുറിപ്പ്, കോട്ടയം കുഞ്ഞച്ചൻ, കമ്മീഷണർ, കൂടാതെ കുഞ്ചാക്കോ നായകനാക്കിയിട്ടുള്ള പ്രേം പൂജാരി, ലാലേട്ടൻ നായകനായിട്ടിയ ബാലേട്ടൻ തുടങ്ങിയ സിനിമകൾ, മാമ്പഴക്കാലം, കനകസിംഹാസനം, ദ്രോണ തുടങ്ങിയ അനവധി സിനിമകളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത്. അല്ല KP സുരേഷ് പറഞ്ഞു, മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകൾ ഒക്കെ സമ്മാനിച്ചതിൽ പ്രധാനപ്പെട്ട നിർമ്മാതാവാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മമ്മൂട്ടിക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് 20-ാം നൂറ്റാണ്ട് പോലെ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച സിനിമയാണ് 20-ാം നൂറ്റാണ്ട്. നമുക്കറിയാം ആ സമയത്ത് വലിയ ഹിറ്റായ, അല്ലെങ്കിൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് 20-ാം നൂറ്റാണ്ട്. അതേപോലെ തന്നെ ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, കമ്മീഷണർ എന്നുള്ള പടം, ഈ സിനിമയൊക്കെ
ഈ സിനിമയുടെയൊക്കെ നിർമ്മാതാവ് ആരോമ മണി ആണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ സൂചിപ്പിച്ച ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്ക്, മെഗാ സ്റ്റാറുകൾക്ക് കരിയർ ബ്രേക്ക് നൽകിയ സിനിമകൾ അദ്ദേഹമാണ് നിർമ്മിച്ചത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ കമ്മീഷണർ തുടങ്ങിയ സിനിമകൾ, FIR തുടങ്ങിയ സിനിമകൾ, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങൾ, പിന്നീട് 20-ാം നൂറ്റാണ്ട് മലയാളത്തിലെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാലിനെ ഉയർത്തിയ ആ ഒരു സിനിമകൾ, ആ സിനിമകളുടെ ഒക്കെ ഒരു നിർമ്മാതാവാണ്. കാരണം മുമ്പ് ഒരു സിനിമ നിർമ്മിക്കുക, ഒരു സിനിമാ നിർമ്മാതാവിന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ തന്നെ പദവി ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ആ സിനിമയിൽ നിർമ്മാതാവിൻ്റെ ശബ്ദങ്ങൾക്ക്, നിർമ്മാതാവിൻ്റെ ഇടപെടലുകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ചില നിർമ്മാതാക്കളിൽ ഒരാളാണ്. കലാപരമായ സിനിമകൾ, വാണിജ്യപരമായ സിനിമകൾ, ഈ സിനിമകൾ കൊണ്ട് മലയാള സിനിമയ്ക്ക് വാണിജ്യ വിജയം സമ്മാനിക്കുകയും മലയാള സിനിമയെ തെന്നിന്ത്യൻ സിനിമയിലെ മുഖ്യധാരാ മേഖലയിലേക്ക് വ്യാവസായികമായി തന്നെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ഒരു നിർമ്മാതാവാണ് ആരോമ മണി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചില വസ്തുത, അദ്ദേഹം മലയാള സിനിമയെ നിയന്ത്രിച്ച ഒരു വ്യക്തിത്വം ആണെങ്കിലും അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലായാലും എപ്പോഴും എളിമ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി പ്രഭാവത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പലരും പല ഘട്ടങ്ങളിലും സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ്. മലയാള കലാ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് ആരോമ മണിയുടെ വിയോഗത്തിലൂടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം 62ഓളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹം എത്രത്തോളം സജീവമായിരുന്നു. അതും തുടർച്ചയായ വർഷങ്ങളിലാണ് അദ്ദേഹം നിരവധി സിനിമകൾ നിർമ്മിക്കുകയും അത് മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, തമിഴ് സിനിമാ ശാഖയിലും മേഖലയിലും അദ്ദേഹം തൻ്റെ സജീവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. വിനോദ്, തീർച്ചയായും ആരോമ അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ ഇല്ലാതെ പോകുന്നത്, സുരേഷ്, നമുക്കറിയാം ആരോമ മണിയെ പോലെ മലയാള ചലച്ചിത്ര മേഖലയിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ആരോമ മണിയെ പോലെയുള്ള പ്രമുഖ നിർമ്മാതാക്കൾ നമ്മളിൽ നിന്നും ഇല്ലാതായി പോകുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വലിയ വലിയ ഹിറ്റ് സിനിമകൾക്കുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളൊരു സങ്കടം. അല്ലെങ്കിൽ പുതിയ നിർമ്മാതാക്കളൊക്കെ വരുന്നുണ്ട്, പക്ഷേ പഴയ ചലച്ചിത്ര മേഖലയിലെ പഴയ അനുഭവങ്ങളൊക്കെയുള്ള നിർമ്മാതാക്കൾ നമ്മുടെ ഈ ലോകത്തു നിന്നും വളരെ പെട്ടെന്ന് വിട പറഞ്ഞു പോകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു നഷ്ടം തന്നെയല്ലേ? തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു വിടവ് തന്നെ, വലിയ ഒരു നഷ്ടം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ സാധാരണയായിട്ട് ഒരു നടൻ്റെ വിയോഗത്തിൽ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ വിയോഗത്തിൽ, കലാലോകത്തെ മറ്റ് പ്രമുഖരുടെ വിയോഗത്തിലാണ് ഒരു കാലഘട്ടം ത്തിൻ്റെ ഒരു വിടവാങ്ങൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ മലയാള സിനിമയെ സംബന്ധിച്ച ഒരു കാലഘട്ടത്തെ നിയന്ത്രിച്ച ഒരു വ്യക്തി പ്രഭാവം തന്നെയായിരുന്നു ആരോമ മണി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അന്നത്തെ പ്രമുഖ സംവിധായകരോടൊപ്പം തന്നെ ഒപ്പം നിന്നുകൊണ്ട് മലയാള സിനിമയെ ഒരുക്കിയ ഒരു നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വരികയും പിന്നീട് സംവിധാന രംഗത്തേക്ക് അദ്ദേഹം ചില ചിത്രങ്ങളിലൂടെ ചുവടുമാറ്റുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ നിർവഹണ സമയത്ത് അദ്ദേഹം സിനിമയെ എത്രത്തോളം അടുത്തറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അടുത്തറിഞ്ഞുകൊണ്ട് അദ്ദേഹം സെറ്റുകളിലെത്തുന്നു, രാവിലെ സെറ്റിൽ വരുന്നു, പിന്നീട് ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതുവരെ ആ സിനിമയുടെ ആ ലൊക്കേഷൻ ഉണ്ടാകുന്നു, എല്ലാവരുമായും സൗഹൃദം സ്ഥാപിക്കുന്നു, എല്ലാവരെയും അടുത്തറിയുന്നു, എല്ലാ സാങ്കേതിക പ്രവർത്തകരെ കൂടി അദ്ദേഹം അത്രത്തോളം ബഹുമാനിക്കുകയും അത്രത്തോളം കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്തു. പിന്നീട് സംവിധാനത്തിൻ്റെ മികവും സംവിധാനത്തിൻ്റെ തികവും അടുത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് സംവിധാനത്തിൻ്റെ ആ ഒരു മേഖലയിലേക്കും കൈവച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കഥയിലും അദ്ദേഹം സിനിമാ മേഖലയിൽ കൈവച്ചിട്ടുണ്ട്. അതായത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സിനിമ ഏതൊരാൾക്കും നിർമ്മിക്കാവുന്ന ഒരു അവസ്ഥയിലെത്തി. കാരണം നമുക്ക് ഈ അടുത്ത് വരുന്ന ചില സിനിമകളുമായി ബന്ധപ്പെട്ട ED റെയ്ഡും വിവാദങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അത് ഏത് സിനിമകളാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ചില ലോബികൾ, ചില കോക്കസുകൾ സിനിമയിൽ സജീവമാകുന്നു, നിർമ്മാതാക്കൾ അത്തരത്തിലുള്ള പണം വെളുപ്പിക്കൽ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ സാധൂകരിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ആ ഒരു സാന്നിധ്യം മലയാള സിനിമയെ ഒരു കാലത്ത് എത്രത്തോളം നിയന്ത്രിച്ചിരുന്നു, അത് എത്രത്തോളം ആ ഒരു വ്യക്തിപ്രഭാവം മലയാള സിനിമയ്ക്ക് ഒരു മികവ് സമ്മാനിച്ചിരുന്നു, ധാർമ്മികമായിട്ടുള്ള
ഒരു സ്ഥാനം കൂടി സമ്മാനിച്ചിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സിനിമ ചലച്ചിത്ര മേഖല എന്ന് പറയുമ്പോൾ പല രീതിയിലും വിമർശനങ്ങൾക്കും പല രീതിയിലും വിവാദങ്ങൾക്കും ഇടവരുത്തുമ്പോൾ സംശുദ്ധമായ രീതിയിൽ സിനിമയെ സമീപിക്കുകയും ആ കലാപരമായിട്ടുള്ള മികവോടെ കലാപരമായിട്ടുള്ള ആ ഒരു ധാർമ്മികതയോടെ സിനിമ എന്നുള്ള ആ ഒരു കലാമേഖലയെ കാണുകയും അതിനെ സമീപിക്കുകയും ചെയ്ത ഒരു പ്രതിഭ തന്നെയായിരുന്നു ആരോമമണി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിനോദ്, സുരേഷ്, അതേപോലെ തന്നെ നമ്മൾ പുതിയ കാലത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് മമ്മൂട്ടി ആയാലും സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നു, മമ്മൂട്ടി കമ്പനിയുണ്ട്. അതേപോലെ തന്നെ മോഹൻലാൽ ആശീർവാദ് അടക്കമുള്ള നിർമ്മാണ കമ്പനികളുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജ് സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സജീവമായി സിനിമയിൽ നിൽക്കുന്ന പ്രമുഖ നടന്മാരെല്ലാം അവർ നേരിട്ട് സിനിമ നിർമ്മിക്കുകയാണ്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. ആരോമമണിയെ പോലെയുള്ള ആളുകൾ അവർ മനസ്സ് കനിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പി വി ഗംഗാധരനെ പോലെയുള്ള ആളുകൾ അവരുടെയൊക്കെ ഒരു സൗഹൃദവും അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ സിനിമയോടുള്ള സ്നേഹവും നല്ല സിനിമകൾ ഉണ്ടാവണമെന്നുള്ള ഒരു മനസ്സും ഒക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ മലയാളത്തിന് നല്ല ഇപ്പോൾ ഈ പറഞ്ഞ പേരുകൾ അടക്കമുള്ള നല്ല നല്ല സിനിമകൾ നമുക്ക് ലഭിച്ചത്. ഇവരെ പോലെയുള്ള നല്ല മനസ്സുള്ളവർ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ശ്രീ സുരേഷ്? വിനോദ്, അത് തന്നെയാണ്. കാരണം കലാപരമായിട്ടുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ അന്ന് സിനിമയെ സമീപിക്കാൻ സാധിക്കൂ. കാരണം ഒരു സിനിമ എന്നത് വാണിജ്യപരമായിട്ട് അന്ന് അത്രത്തോളം ഔന്നത്യം പ്രാപിച്ചിരുന്നില്ല. കാരണം ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് ഭാരതത്തിലെ രാജ്യത്തെ ഏത് ഭാഷയോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു വാണിജ്യ വിജയം നേടുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ അന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാതാക്കൾ സിനിമയെ സമീപിച്ചത് അതിനെ അർഹമായ പരിഗണന നൽകിയാണ്, അതിനെ അർഹമായ ഗൗരവം നൽകിക്കൊണ്ടാണ്. കാരണം സിനിമ എന്നത് ഒരു കലാമേഖലയാണ്. ആ ഒരു കലയ്ക്ക് സമൂഹത്തിന് എത്രത്തോളം പരിവർത്തനം വരുത്താൻ സാധിക്കും, ഒരു കലാമേന്മയുള്ള സിനിമയ്ക്ക് ഒരു സമൂഹത്തിൽ, ഒരു കൂട്ടത്തിൽ എത്രത്തോളം ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലാഭേച്ഛയുമില്ലാതെ സിനിമയെ സമീപിച്ച നിർമ്മാതാക്കളിൽ ഒരാളാണ് ആരോമ പ്രൊഡക്ഷൻസിൻ്റെയും സുനിത പ്രൊഡക്ഷൻസിൻ്റെ, ആരോമ ഇന്ത്യൻ മൂവി ഇൻ്റർനാഷണലിൻ്റെയും സുനിത പ്രൊഡക്ഷൻസിൻ്റെയും അമരക്കാരനായിരുന്ന സാരഥിയായിട്ടുള്ള ഈ ആരോമമണി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ പല പ്രമുഖ താരങ്ങളും സിനിമ നിർമ്മിക്കുകയും വാണിജ്യ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയിൽ നിന്നും കിട്ടിയ ആ ഒരു ലാഭം, സിനിമയിൽ നിന്ന് കിട്ടിയ ആ ഒരു കോടികൾ സിനിമയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെയും കോടികൾ സമ്പാദിക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലുള്ള താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി വി ഗംഗാധരൻ, ആരോമമണി തുടങ്ങിയ ഈ നിർമ്മാതാക്കളുടെ പ്രാധാന്യം, ആ ഒരു സ്ഥാനം വ്യത്യസ്തമാകുന്നത്. കാരണം അവർ സിനിമയെ സമീപിച്ചത് കലാപരമായിട്ട് തന്നെയാണ്, ഒരു കലാഹൃദയത്തോടു കൂടി തന്നെ, ഒരു ആസ്വാദകൻ്റെ മനോഭാവത്തോടു കൂടി തന്നെയാണ് സിനിമയെ സമീപിക്കുകയും അതുകൊണ്ട് തന്നെയാണ് അവരുടെ സിനിമകളൊക്കെയും വിജയം നേടുകയും ചെയ്തു. ഇതിൽ അദ്ദേഹം 62ഓളം സിനിമകൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ കുറച്ച് സിനിമകൾ മാത്രം, അല്ലെങ്കിൽ ഒരു പകുതിയിലധികം സിനിമകൾ മാത്രമാണ് വിജയം സ്വന്തമാക്കിയത്. മറ്റു സിനിമകളൊക്കെയും ശരാശരി വിജയമായിരുന്നു. അതിൽ തീർച്ചയായും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമകളും ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവിടെ തീർന്നില്ല. വീണ്ടും സിനിമയെ അത്രത്തോളം സ്നേഹിക്കുകയും പിന്നീട് മികച്ച സിനിമകൾ വാർത്തെടുക്കുകയും ചെയ്തു ഇവർ എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ആരോമമണിയെ പോലെയുള്ള സ്നേഹികളുടെ ഒരു സന്മനസ് കൂടിയായിരുന്നു അക്കാലത്തുണ്ടായ വലിയ ഹിറ്റ് സിനിമകൾ. അത്തരത്തിലുള്ള ആളുകൾ വിടവാങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അത് വേദനിക്കുന്ന വാർത്തയായി മാറുന്നത്.